ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ലഞ്ചിൻ്റെ റെസിപ്പി ആയാലോ. അപ്പോൾ ലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 1/2 കിലോ അയില വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വറക്കണം. പിന്നെ നമ്മുടെ പരിപ്പ്, ഒരു മുരിങ്ങക്കായ ഇട്ട് പരിപ്പ് കറി ഉണ്ടാക്കണം. പിന്നെ തല ഒരു വരട്ട് പോലെ ചെയ്യും കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആരും ചെയ്യുന്നുണ്ടാവില്ല. ഇതൊക്കെ തലശ്ശേരി ഭാഗത്തുള്ളൊരു പരിപാടിയാണ്. അപ്പം അത് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് അതും കൂടി ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. എത്ര പേർക്ക് ഇത് ഇഷ്ടമാവുമെന്നും എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടെന്നും എനിക്കറിയില്ല. എന്നാലും നമുക്ക് നോക്കാം. അപ്പം ഞാൻ അയിലയൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കണം. ഇനി മുറിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. 4 അയിലയുള്ളൂ കേട്ടോ. 2 അയില, ഒരു 2.5 അയിലയോളം ഞാൻ വറുക്കുന്നുണ്ട്. പിന്നെ ബാക്കി നാളേക്ക് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം അങ്ങനെ ഭയങ്കര ഫ്രഷ് മീനായിട്ടൊന്നും ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ കിട്ടുമ്പോൾ ഞാൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ സാമ്പാറോ ഇഡ്ഡലിയോ ഒക്കെ ഉണ്ടാക്കിയാൽ പിന്നെ മീൻ വറുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഞാൻ വറുക്കാനുള്ള മീൻ പിന്നെ അത് വരഞ്ഞു കൊടുത്തിട്ട് ഉപ്പും മുളകും മഞ്ഞളും ഉപ്പും അത്രയും ഇടും കേട്ടോ. കുരുമുളക് പൊടിയൊന്നും ഇടത്തില്ല. ഉപ്പും മഞ്ഞളും മുളകും ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് അത് മിക്സ് ചെയ്ത് വെച്ചിട്ട് വെക്കാം കേട്ടോ. അപ്പം അത് നമ്മളെ പണിയൊക്കെ ഒരുങ്ങുമ്പോഴത്തേക്ക് അത് റെഡി ആയിക്കോളുമല്ലോ. അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തലയുണ്ടല്ലോ, 2 തല നാളത്തേക്ക് വെച്ചു. 2 മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഉച്ചക്കൊക്കെ മാത്രമേ വേണ്ടൂ. രാത്രി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടാക്കുക. അപ്പം ഇത് മുളകും മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് നമ്മൾ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിക്കാൻ വെക്കുക കേട്ടോ. പിന്നെ നമുക്ക് ബീൻസ് ക്യാരറ്റ് തോരൻ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്നുമില്ല, ഉണക്കമുളക് ഒക്കെ ഇട്ട് കടുക് പൊട്ടിച്ച് ഉണക്കമുളക് ഇട്ട് പിന്നെ കുറച്ച് തേങ്ങയും ഉപ്പും മഞ്ഞളും മുളകും അത്രയേ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ക്ലീനിങ്ങും നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ മുരിങ്ങ, പരിപ്പിന് വേണ്ട മുരിങ്ങ ഞാൻ റെഡിയാക്കുന്നുണ്ട്. ഒരു മുരിങ്ങ എടുത്ത് അതൊന്ന് കട്ട് ചെയ്ത് ഒന്ന് കഴുകിയിട്ട് അവിടെ എടുത്ത് വെക്കാം കേട്ടോ. അപ്പം എൻ്റെ തക്കാളി ബാക്കിൽ ഞാൻ പറഞ്ഞില്ലേ ബാൽക്കണിയിൽ തക്കാളി ഉണ്ടെന്ന്. അപ്പോൾ അത് അടുത്ത വീട്ടിലെ ആൾക്കാർ എന്നോട് പറഞ്ഞ് അത് റോഡിലേക്ക് വീഴുമോ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു പോയി പറിക്കാം, വെറുതെ റോഡിൽ വീണാൽ പോയില്ലേ. അപ്പം അത് പറിക്കാൻ വേണ്ടി ഞാൻ പോയതാണ്. അവർ പറയുന്നത് കേട്ടിട്ട് എനിക്ക് കന്നഡയിലാണ് പറയുന്നത്, വലിയ മനസ്സിലാവുന്നില്ല. അപ്പോൾ ടൊമാറ്റോ എന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നി അങ്ങനെയാണ്. റോഡൊന്നും കേട്ടു, അത്രയേ മനസ്സിലാവത്തുള്ളൂ. അപ്പം ഇത് കണ്ടോ, ഇതിന് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതായാൽ തല റെഡിയായിട്ടോ. അപ്പോൾ പരിപ്പ് കറി ഞാൻ മുരിങ്ങയൊക്കെ വേവിച്ചിട്ടുണ്ട്. വേവിച്ച് അങ്ങനെ നമ്മുടെ അരപ്പുണ്ടല്ലോ, തേങ്ങയും ജീരകവും മഞ്ഞളും മുളകും കൂടി അരച്ചെടുത്ത് അരപ്പും കൂടി അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് ഒരു 2 കൊച്ചുള്ളി കൂടി പിന്നെ നമുക്ക് താളിച്ചിടുക വേണ്ടും കേട്ടോ. അത് പരിപ്പ് കറി ആയിട്ടുണ്ട്. അപ്പം അത് താളിക്കുന്നത് വീഡിയോ ഇടുമ്പം വളരെ ലോങ്ങായി പോകുന്നു. അതുകൊണ്ട് അത് കട്ട് ചെയ്തതാണേ. അപ്പോൾ മീൻ വറുക്കാൻ വെച്ചു. അത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആയി. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.